പരിശുദ്ധ അമ്മ മംഗളവാർത്ത അറിഞ്ഞ മൊമെൻ്റ് അല്ലേ? അതായത് പ്രഗ്നൻ്റ് ആവണ ഒരു ടൈമല്ലേ അല്ലേ? ആ സമയം തുടങ്ങി ആ അമ്മയ്ക്ക് എന്താ കിട്ടിയിരിക്കണേ? സഹനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഒരുപാട് ആന്തരിക മുറിവ് വേണ്ടേ? ജനിച്ചിട്ട് പോലും ഇപ്പോൾ ഈ സമയമൊക്കെ എങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സമയമാണ് ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് എത്ര ആന്തരിക മുറിവാ വരേണ്ടത്? ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതിനൊരു കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മ ഗർഭവതിയായത് ആരിൽ നിന്നാ? പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ യുവജനങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ഗർഭം ധരിക്കണ മൊമെന്റ് ആരുടെ സാന്നിധ്യത്തിലായിരിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്ന എന്ത് മുറിവും, അതിന് മുൻപുള്ളത് അതിനു ശേഷവും ഉള്ള ആന്തരിക മുറിവൊന്നും ഒരിക്കലും മക്കളിലേക്ക് പകർന്നു വരില്ല. ഇത് നമുക്ക് സംഭവിക്കാതെ പോയത് കൊണ്ട് ഇന്ന് നമ്മുടെ മക്കള് ഇങ്ങനെ തെറ്റിപ്പോണത് അല്ലേ? അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കളുടെ